ഹലോ മലയാളീസ്. ഇന്ന് ഒരു ഹിന്ദു വെഡ്ഡിംഗ് ആണ് കേട്ടോ. ശ്രുതി ചേച്ചിയുടെ അസിസ്റ്റൻ്റായിട്ടാണ് പോകുന്നത്. സാരി ഡ്രേപ്പിംഗ് ചെയ്യുന്നത് ആരതിയാണ്. അപ്പോൾ ആരതിയും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന്. ഒരു 2:50 ആയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ നിന്നും ശ്രുതി ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തി. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു യൂബറിൽ ശ്രുതി സായി മേക്കപ്പ് സ്റ്റുഡിയോയിലേക്കാണ് ഡയറക്റ്റ് പോയത്. ശ്രുതി ചേച്ചിക്ക് സ്വന്തമായിട്ട് ഒരു മേക്കപ്പ് സ്റ്റുഡിയോ ഉണ്ട്. അവിടെ നമ്മളൊരു ഏകദേശം 3:15 ഒക്കെ ആയപ്പോൾ തന്നെ എത്തി കേട്ടോ. ബ്രൈഡ് വന്നപ്പോൾ ഒരു 4 മണിയായി, കുറച്ചൊന്ന് ലേറ്റായി. ഞാൻ ഈ വ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു വെളുപ്പാങ്കാലം 3 മണിക്കാണ് കേട്ടോ. എല്ലാവരും ഉറങ്ങുന്ന സമയം എന്ന് പറയാം. അപ്പം നമ്മുടെ ഉറക്കമൊക്കെ ഒന്ന് മാറാനായിട്ട് നമുക്ക് കോഫിയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അമ്മ കുറച്ച് കോഫി ഫ്ലാസ്കിൽ ഒഴിച്ച് തന്നു വിട്ടു കേട്ടോ ചേച്ചിയുടെ. അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വരുന്ന വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിർത്തിയിട്ട് കുടിക്കാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഫ്ലാസ്കിലെടുത്തു. ദീസായി ചേച്ചിയുടെ സാലോണിലാണ്. സോ ഇന്നൊരു ബ്രൈഡിനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക അല്ലേ? അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഹലോ, നീ ഇതിലില്ലാത്ത വല്ല ക്യാരക്ടർ പാടില്ല എൻ്റെ ബ്ലോഗിൽ പാടില്ല. അപ്പോൾ നമ്മളെത്തി, ബ്രൈഡിനെ വെയിറ്റ് ചെയ്യാണ്. അതിപ്പോൾ ഒരു ശീലമായി കഴിഞ്ഞു. നമ്മൾ ബ്രൈഡിനെ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഒരു ഇതാണ് ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അത് കീപ്പ് ചെയ്യും. അതെ. ഹെയർ പ്രൊട്ടക്ഷനും മൂസും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഹെയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി ചില ബ്രൈഡ് എന്ത് ലുക്കാണ് വേണ്ടത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാറുണ്ട് ആദ്യം തന്നെ കോൾ വിളിക്കുമ്പോൾ. പക്ഷേ ചില ആളുകൾ ആ ദിവസം വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാറുണ്ട്. അപ്പോൾ ആ ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞിട്ട് ശ്രുതി ചേച്ചി മേക്കപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. സൈഡിൽ ആരതി സാരിയും അയണൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. മാരേജിൻ്റെ പിറ്റേ ദിവസം ഗേൾസിൻ്റെ വീട്ടിൽ പ്രോഗ്രാംസ് ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ ആ പ്രോഗ്രാം കഴിഞ്ഞ് ഉറങ്ങി എണീറ്റൊക്കെ വന്നപ്പോൾ ചെറിയൊരു ഡിലേ എന്ന് പറഞ്ഞ ഒരു 3/4 മണിക്കൂർ. പക്ഷെ വന്നു 6:30ക്ക് മുന്നേ തന്നെ റെഡി ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഫോട്ടോഗ്രാഫേഴ്സിന് കുറച്ച് ടൈം കൊടുക്കണം, അത് കഴിഞ്ഞ് അമ്പലത്തിൽ കുറച്ച് ഷോട്ട്സ് എടുക്കണം, അതുമല്ലാതെ വീട്ടിലൊരു ചെറിയ ചടങ്ങുണ്ട്, അതും കഴിഞ്ഞിട്ടാണ് മണ്ഡപത്തിലേക്ക് പോവേണ്ടത്. അപ്പോൾ ഒരു 6:30ക്ക് മേക്കപ്പ് കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തുള്ളൂ. മാരേജ് ടൈമിൽ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് കേട്ടോ, നമ്മളെപ്പോലെ തന്നെ ബ്രൈഡും പഞ്ച്വാലിറ്റി പാലിക്കണമെന്നുള്ള കാര്യം. കാരണം രണ്ടുപേരും കോർഡിനേറ്റ് ചെയ്ത് പോയാൽ മാത്രമേ ആ കൃത്യസമയത്ത് നമുക്ക് മേക്കപ്പ് എല്ലാം ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലേറ്റ് ആയി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒരു ബ്രൈറ്റ്നെസ്സിൻ്റെ കുറവ്. ഹൗസ് ഫീലിംഗ് ഗുഡ്. ഓക്കെ, മോർണിംഗ് ഇപ്പോൾ ഒരു അറൗണ്ട് 6:30 സംതിങ് ആയി. അപ്പോൾ ബ്രൈഡിനോടും ഗ്രൂമിനോടും എപ്പോഴും മണ്ഡപത്തിൻ്റെ അടുത്തുള്ള ഹോട്ടലാണ് ബുക്ക് ചെയ്യാൻ പറയുന്നത്. കാരണം അവർക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ബ്രൈഡ് സ്റ്റുഡിയോയിലേക്കാണല്ലോ വന്നത്. അപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് ഈ പറയുന്ന വീട്ടിലേക്ക് പോകണമെങ്കിൽ തന്നെ 3/4 മണിക്കൂർ യാത്രയുണ്ട്. ഈ പറയുന്ന മണ്ഡപവും ക്ഷേത്രവും അടുത്തടുത്ത് തന്നെയാണ് വീടിൻ്റെ. അപ്പോൾ റീടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനാണ് പോയത്. സാരി ആയിക്കോട്ടെ, ഹെയർ ആയിക്കോട്ടെ, ഫേസ് ആയിക്കോട്ടെ. ഇപ്പോൾ ഈ ട്രാവലിംഗ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഞാനായിരുന്നു പ്രോഡക്റ്റ്സും എടുത്ത് പോയത്. വിവാഹം കഴിക്കാം എന്ന് നമ്മൾ എപ്പോഴാണ് തീരുമാനിക്കുന്നത്? പരസ്പരം 2 വ്യക്തികൾക്ക് സ്നേഹിച്ച് മുന്നോട്ട് മരണം വരെ ജീവിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളപ്പോഴല്ലേ? വിവാഹം എന്ന് വെച്ചാൽ ഒരു കമ്മിറ്റ്മെൻ്റാണ്. ഒരു വ്യക്തിയുമായി നമ്മൾ ഒരു സൗഹൃദമായിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, നമ്മുടെ ഫാമിലിയിലെ കാര്യത്തിൽ തന്നെ എടുക്കാം. എല്ലായിടത്തും കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചാൽ അത് റെസ്പെക്റ്റും ഇക്വാലിറ്റിയും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അവിടെ അഭിനയിക്കേണ്ടി വരും, അത് ഏത് ബന്ധമാണെങ്കിലും. എന്ന് വെച്ചാൽ ഏതൊരു ബന്ധത്തിലും നമ്മൾ എന്ത് പറഞ്ഞാലും റെസ്പെക്റ്റും ഇക്വാലിറ്റിയും പല കാര്യങ്ങളിലും ഡിസിഷനിലും എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ബന്ധത്തിൽ വീർപ്പ് മുട്ടുമെന്ന് അർത്ഥം. അസിസ്റ്റൻ്റായിട്ട് പോകുന്ന സമയത്ത് പ്രോഡക്റ്റ്സ് കൂടുതലും നമ്മൾ ആരെയാണോ അസിസ്റ്റൻറ്റ് ചെയ്യുന്നത് അവരുടേതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രുതി ചേച്ചിയുടെ പ്രോഡക്റ്റുകളെല്ലാം വീട്ടിൽ ലഭിക്കാൻ വേണ്ടി ഞാൻ നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. മേക്കപ്പ് കഴിഞ്ഞ് ഉടനെ തന്നെ ബ്രൈഡ് വന്നിട്ട് ഫോട്ടോഷൂട്ടിന് പോയി. നമ്മൾ 2ാമത്തെ കാറിലാണ് യൂബർ ബുക്ക് ചെയ്തിട്ട് പോയത്. കാരണം ഒരുമിച്ച് പോകാനായിട്ട് കാറിൽ ഓൾറെഡി സ്പേസ് ഇല്ല. അപ്പോൾ ഒരു 30 മിനിറ്റ്സിൽ റീടച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് യൂബർ ബുക്ക് ചെയ്ത് തിരിച്ച് ചേച്ചിയുടെ വീട്ടിലെത്തി. അപ്പോഴത്തേക്കും ശ്രുതി ചേച്ചിയുടെ അമ്മ നല്ലൊരു ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഫിഷ് ഫ്രൈയും പിന്നെ കുറച്ച് അലുവയൊക്കെ തന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി.
ഇത് വ്ലോഗായതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്നുമല്ല കേട്ടോ. പാരൻസ് എപ്പോഴും എനിക്കൊരു വീക്ക്നെസ് തന്നെയാണ്. അവർ തന്നെയാണ് എൻ്റെ സ്ട്രെങ്ത്തും. അപ്പോൾ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് അവരുമായിട്ട് എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്താലും ബോറടിക്കാറില്ല. ടു ബി ഫ്രാങ്ക്, സീരിയസ്ലി ഐ ആം സെയിങ്. അപ്പോൾ അവിടെ എത്ര വർഷമായിട്ട് അറിയാം, എത്ര നാളായിട്ട് അറിയാം എന്നുള്ളതല്ല, അവരെ ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ ജഡ്ജ് ചെയ്യാൻ പോകാറില്ല, ചോദിക്കാനും പോകാറില്ല. ആരെ കണ്ടാലും എനിക്ക് അവരുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുന്നത് ഇഷ്ടമാണ്. ഞാനത് പറ്റുകയാണെങ്കിൽ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തിട്ട് വരും. ചേച്ചിയുടെ അമ്മയും ഞാനിത് കാണുന്നത് 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. അമ്മ എന്ന് പറയുന്നത് തന്നെ സ്നേഹമാണ്. മനസ്സ് ഒരുപാട് തണുത്തു അമ്മയായിട്ട് സംസാരിച്ചപ്പോൾ. സ്നേഹിക്കുന്നവരോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറാം എന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്നേഹിക്കുന്നവരോട് മര്യാദയുടെ ഭാഷയിൽ സംസാരിക്കണം, അവരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുക്കളപരമാണ് എനിക്ക് ഒന്ന് ആസ്വദിച്ച് ചെയ്യുമ്പോൾ അത് വേറൊരു ഫീൽ അല്ലേ അമ്മ? നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ആസ്വദിച്ചൊക്കെ അങ്ങ് ചെയ്തു പോകുന്നു. ഇപ്പൊ ഭക്ഷണം കഴിച്ചു, പിന്നെ അമ്മയോട് കുറച്ചു നേരം സംസാരിച്ചു. ഇത് ശ്രുതി ചേച്ചിയുടെ മോനാണ് കേട്ടോ. എന്നോട് നോക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്യുന്ന ജിം റോളാണ്. ഐ വാസ് സോ സ്കെയർ, കാരണം അവനൊന്നും പറ്റരുത് എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി കേട്ടോ, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണാം.